ശരിക്കും ഇങ്ങനെ ഒരു സ്ത്രീയെ ഈ മട്ടിൽ അപമാനിക്കാനുണ്ടായ കാരണം എന്നുള്ളതിൽ നിന്ന് തന്നെ വേണമല്ലോ നമ്മൾ ആലോചിക്കാൻ. അതിനകത്തൊരു സംശയവും വേണ്ട. അവരുടെ ജാതി, അവരുടെ നിറം, അവരുടെ സാമൂഹികാവസ്ഥ, വർഗപരമായി അവരവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ആരെങ്കിലും ഒരാൾ ഇയാൾ എൻ്റെ ഒരു പവൻ സ്വർണം അല്ലെങ്കിൽ ഒരു മാല മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് സംശയമുണ്ട് എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ ആ ആളോട് പെരുമാറുന്ന രീതിയിലാണോ ഈ പെരുമാറിയിട്ടുള്ളത്? ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഒരു സംശയവുമില്ലാതെ പോലീസ് ഇവരാണിത് എടുത്തത് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആ മട്ടിലുള്ള പെരുമാറ്റമാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. അത് ഒരു തരത്തിലും കേരളത്തെ പോലെ ഇത്രയും അതായത് ഇന്ത്യയുടെ ഒരു പൊതു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും ആധുനികമായ ഒരു ജീവിതം നയിക്കുന്നു, ആധുനികമായ ഒരു ചിന്ത നയിക്കുന്നു എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒരു തരത്തിലും ചേർന്നതല്ല എന്നുള്ളതാണ്. അതിൽ പോലീസിന് എത്ര ധാർഷ്ട്യത്തോടെ, അതായത് തലസ്ഥാന നഗരിയിലാണ്, അതായത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ ചുവട്ടിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് മുമ്പും പലതും സംഭവിച്ചിട്ടുണ്ട്. ഉരുട്ടിക്കൊലയടക്കം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും നമ്മുടെ ഭരണകൂടങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പരിസരത്തിനപ്പുറത്ത് നിന്നുകൊണ്ടാണ് പോലീസിനെ കാണുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റുകളാണല്ലോ ഇവിടെ ഭരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകളാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അവർ ഈ മട്ടിലാണോ പോലീസിനെ കൈകാര്യം ചെയ്യേണ്ടത്? അവർ ഈ മട്ടിലാണോ പോലീസിനെ കാണേണ്ടത്? ഇപ്പോഴും നമ്മുടെ ചർച്ച എപ്പോഴും എന്താണ്, ഈ ആത്മവീര്യത്തിൽ ചെന്നാണ് നിൽക്കുന്നത്. പോലീസിനെ കുറിച്ച് പറയുമ്പോൾ പോലീസിനെ ഒരു പരിധിക്കപ്പുറത്ത് കൈകാര്യം ചെയ്യാൻ ഒരു തരത്തിലും ഭരണകൂടം തയ്യാറാവില്ല. ഇത്തരം എന്ത് വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാലും പോലീസിനെ സംരക്ഷിക്കുന്ന സമീപനമാണ്. എത്രയധികം പോലീസിനെതിരെ ആരോപണം ഉയർന്നാലും ആ ആരോപണത്തെ എങ്ങനെയെങ്കിലും ഉരുട്ടിപ്പുരട്ടി അപ്പുറത്ത് കടത്തുക എന്നുള്ളതിനപ്പുറത്ത് നേരിട്ട് പോലീസിനെ ഈ പോലീസ് എന്നുള്ളത് ഇപ്പോൾ ഈ എന്താണ് ഏംഗൽസും മാർക്സും ഒക്കെ പറയുന്ന നിലയ്ക്കാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഏംഗൽസ് പറയുന്ന മട്ടിലാണെങ്കിൽ ഇത് ഈ മുതലാളിത്തത്തിൻ്റെയും ഒക്കെ എന്താണ് സ്വത്ത്, അധീശവർഗത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആധിപത്യവും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംവിധാനമാണെന്നാണല്ലോ ഏംഗൽസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യയശാസ്ത്ര പരിസരത്ത് നിന്നുകൊണ്ട് ഈ സർക്കാർ ചിന്തിക്കണം, കുറഞ്ഞ പക്ഷം ഈ വർഗപരമായി എങ്ങനെയാണ് ആളുകളെ ഈ മട്ടിൽ കൈകാര്യം ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഈ സർക്കാരിന് ഇതിനെ വർഗപരമായി കൈകാര്യം ചെയ്യുന്നു എന്ന് വിലയിരുത്തുന്നതിനൊപ്പം തന്നെ നേരത്തെ വേടനൊക്കെ പറയുന്നത് പോലെയുള്ള രാഷ്ട്രീയമുണ്ടല്ലോ. അതായത് ഇവിടെ ജാതീയമായി ഈ നിലയ്ക്ക് തന്നെയാണ് ആളുകളെ പരിഗണിക്കുന്നത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്താണ് വേടനെതിരെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കാനില്ല. മറ്റേ മധു ഉണ്ടല്ലോ, NR മധു പറഞ്ഞ മട്ടിലുള്ള ഒരു സാഹചര്യമല്ല, സാമൂഹ്യ സാഹചര്യമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, കേരളത്തിലും നിലനിൽക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാകുന്ന ഒരു സംഭവമാണിത്. ഇതിനകത്ത് മറ്റൊന്നുമില്ല, കർശനമായ നടപടി ഉണ്ടാവണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ. 2 ഉദ്യോഗസ്ഥരുടെ പേര് കൂടി ആ ബിന്ദു പറയുന്നുണ്ട്. ആ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാവണം. സസ്പെൻഷൻ എന്നുള്ളത് കടുത്ത നടപടി തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ സസ്പെൻഷൻ കാലത്തും പോയി ശമ്പളം മേടിച്ച് തിരിച്ചു വന്ന് സ്വസ്ഥമായി ജോലി തുടരുന്ന നിലയിലേക്ക് ആ കേസിനെ കൊണ്ടുപോകരുത്. സർക്കാർ ആ കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തണം. മറ്റ് 2 പേർക്കെതിരെ നടപടി വേണം. അതിനകത്ത് സനീഷ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഭർത്താവ് പറയുന്നുണ്ട്, ബിന്ദുവിൻ്റെ ഭർത്താവ് ഭക്ഷണവുമായി രാത്രി ചെന്നതാണ് അവിടെ. ആ ഭക്ഷണം ഒന്ന് അവർക്ക് കൊടുക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല ഈ ഉദ്യോഗസ്ഥർ. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്ഥിരീകരിക്കുന്നത്? അതായത് ഇവർ കൃത്യമായ ഒരു പരിശോധന നടത്തുന്നില്ല. ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ നഷ്ടമായി എന്ന് പറഞ്ഞ ആളുകളുടെ വീട്ടിൽ തന്നെ ഒരു പരിശോധന നടത്തിയിട്ട് ഇവരെ ഇത്രയും ക്രൂരമായി കൈകാര്യം ചെയ്യാമല്ലോ. പിന്നെ ഇത് ഒരു തരത്തിലും നിൽക്കുന്നതല്ല. കാരണം എല്ലാ ചട്ടങ്ങളുടെയും ലംഘനം അവിടെ നടന്നിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. 20 മണിക്കൂർ ഇവിടെ അനധികൃത, അതായത് ഒരു തരത്തിലും എന്തിന് കസ്റ്റഡിയിലെടുത്തു, എങ്ങനെ കസ്റ്റഡിയിലെടുത്തു, ഇതിൻ്റെ മെമ്മോ കൊടുക്കാതെ ഇവരെ കയ്യിൽ വയ്ക്കുന്നു, ഇവരെ കസ്റ്റഡിയിൽ വയ്ക്കുന്നു, പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്നു. അതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഒരു തരത്തിലും പോലീസിന് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത്. SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള നടപടികളും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായി ഉണ്ടാവണം.